അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നടന്ന 7ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ ആൻസർ കീയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാമെന്നാണ്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. 5 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 1. സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവർ ആരാണ്? സ്വഹാബികളാണ്. 3. ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ അഥവാ സുന്നത്ത്. 4. കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഷാഫിഈ മദ്ഹബുകാരാണ്. 5. വിശ്വാസപരമായ 2 ത്വരീഖത്തുകൾ ഏതൊക്കെയാണ്? അശ്അരി, മാതുരീദി. ഓക്കെ, ഇത് മുഴുവനും ശരിയാക്കിയാൽ 5 മാർക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ മോഡൽ ചോദ്യ പേപ്പറിലെ ഏതാനും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് വ്യക്തമാക്കാനാണ്. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. കഴിഞ്ഞ മോഡൽ ചോദ്യ പേപ്പറിൽ അഹ്ലുൽ ബിദഅ വൽ ളലാല എന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഉത്തരം കർമ്മശാസ്ത്രത്തിലെ 4-1 മദ്ഹബും വിശ്വാസപരമായുള്ള 2-1 ത്വരീഖത്തും പിൻപറ്റുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അത് ശരിയായാൽ 3 മാർക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ആരാണ് നബിമാര്? ഉത്തരം അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. മൂന്നാമത്തെ ചോദ്യം, സിദ്ദീഖുകൾ ആരാണ്? ഉത്തരം പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. നാലാമത്തെ ചോദ്യം, ശുഹദാക്കൾ ആരാണ്? ഉത്തരം സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. 5. സ്വാലിഹുകൾ. ഉത്തരം കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം 2 ഇത് എഴുതാനാണ്. 1. ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ ഏതൊക്കെയാണ്? 1. ഖുർആൻ ഉയർന്ന സ്ഥലത്ത് വെക്കുക. 2. അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ് ഏതെല്ലാം? 1. പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക. 2. ഭൗതിക സംസാരങ്ങൾ ഒഴിവാക്കുക. 3. ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന 3 കാര്യങ്ങൾ എഴുതാനാണ്. 1. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാവരേക്കാളും സ്നേഹിക്കുക. 2. അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ മോഡൽ ചോദ്യ പേപ്പറിൽ വന്നിരുന്നു. ഇനി മൂന്നാമത്തത്, അവൻ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 4. 2 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ. ഉത്തരം 1. അള്ളാഹുവിൻ്റെ കിതാബാകുന്ന ഖുർആൻ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാകുന്ന നബിചര്യ അഥവാ സുന്നത്ത്. നാലാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് ഏത്? വിശുദ്ധ ഖുർആൻ. 2. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊന്നും സൃഷ്ടിയല്ല, ആദ്യമേ ഉള്ളവയാണ്. 4. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശആയിറുകളെ ആദരിക്കൽ ഖൽബുകളുടെ തഖ്വയാണ്. 5. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം റളിയല്ലാഹു അൻഹു. ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. ടോട്ടൽ 10 മാർക്കാണ്. അഞ്ചാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. ദീൻ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ്? സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. 2. ഭക്ഷണം കഴിച്ചാൽ ചെയ്യേണ്ട നബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം? ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പലും തുടച്ചു കഴിക്കലും വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും
ഭക്ഷണത്തെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. 3. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം? ഉത്തരം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 4. ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് അത് ഏതെല്ലാം? ഈമാൻ ശരിയാവാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ് അത് ഏതെല്ലാം? ഉത്തരം അള്ളാഹു ബഹുമാനിച്ച വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, സമയങ്ങൾ മുതലായവയെല്ലാം ബഹുമാനിക്കൽ ഈമാൻ ശരിയാവാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. അള്ളാഹു തആല എല്ലാവർക്കും വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.